ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസുടെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്നെയും എൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവജനമേ, ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ തക്കോണം സഹായിക്കുക. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്ന സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. ദൈവമക്കൾക്ക് ശത്രുക്കളുണ്ട്. ദൈവമക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറയുന്നത്, നാം ഒരു സമയത്ത് അന്ധകാരത്തിൻ്റെ ഇരുളിൻ്റെ ലോകത്തിലായിരുന്നു. എന്നാൽ അന്ധകാരത്തിൽ നിന്ന് നാം അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടു. നാം വിളിക്കപ്പെടുക മാത്രമല്ല, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആയതുകൊണ്ട്, അതായത് സാത്താൻ്റെ ലോകത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കും ലോകത്തിലേക്കും നാം വന്നത് നിമിത്തം അന്ധകാര ലോകത്തിലെ ദുഷ്ടാത്മസേനകൾ നമുക്കെതിരെ ശത്രുക്കളായിട്ട് നിലകൊള്ളുകയാണ്. അതുപോലെ തന്നെ അവരെ ഉപയോഗിക്കുന്ന മനുഷ്യരും നമ്മൾക്കെതിരെ ശത്രുക്കളായിട്ട് നിലകൊള്ളുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ശത്രുത കൂട്ടം ചേർന്ന് വരുമ്പോൾ നമ്മൾ ദൈവമക്കൾ പലപ്പോഴും ഭയന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശത്രുക്കൾ ചിതറിപ്പോകും. എന്നിട്ട് അവിടെ പറയാണ്, അവ പുക പോലെ പാറിപ്പോകും. നമുക്കറിയാം, പുക ഫസ്റ്റിലെ ഉയർന്നു വരുന്നത് ഒരു കട്ടിയുള്ള ഒരു തൂണ് പോലെ ആയിരിക്കാം, ഒരു പുക ഇങ്ങനെ ശക്തിയോടുകൂടി വരുന്നത്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അവ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് കാറ്റ് അവയെ പാറ്റിച്ച് കൊണ്ട് കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാറിപ്പോകും, നമുക്കത് കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ പാറിപ്പോകുന്നത് കാണുവാൻ സാധിക്കും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ശത്രുക്കൾ, ദൈവജനത്തിൻ്റെ ശത്രുക്കൾ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. തിരുവെഴുത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് അതെല്ലാം. നമ്മുടെ ദൈവം നമ്മളെ ചുമ്മാ അങ്ങ് കൈവിട്ട് കളയുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം വാക്ക് മാറാത്തവനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. പിശാചിനോ മനുഷ്യർക്കോ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. അവൻ വില കൊടുത്ത് നമ്മളെ വാങ്ങിയതാണ്. അവൻ തൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച തൻ്റെ ജനമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മുടെ നേരെ കൂട്ടം കൂടി ശത്രുക്കൾ വരുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ശത്രു നിന്റെ നേരെ ഒരു വഴിയായിട്ട് വരും, എന്നാൽ 7 വഴിയായിട്ട് ചിതറിപ്പോകും. നമ്മുടെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറും, പുക പാറുന്നത് പോലെ അവർ പാറിപ്പോകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെയല്ല, ശത്രുവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം, അവ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയേ ഉള്ളൂ. ഈ ചില മലയോര സ്ഥലങ്ങളിലൂടെ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ സൈഡുകളിൽ ഉയർന്ന പാറക്കൂട്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. മഴക്കാലത്ത് പോവുകയാണെങ്കിൽ ഈ പാറക്കൂട്ടങ്ങൾ മുഴുവൻ പച്ച പിടിച്ചിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ പുല്ലുകൾ ഒരു 6 ഇഞ്ച് ഉയരത്തിലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു പരവതാനി പോലെ ആ പാറക്കൂട്ടങ്ങളിൽ നിറച്ച് പുല്ലുകൾ കാണുവാനായിട്ട് സാധിക്കും. അത് മനോഹരമായൊരു കാഴ്ചയാണ്. പക്ഷേ അത് എന്താ പറയുക, പുൽപ്പുറത്തിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. മഴ അങ്ങ് മാറി കഴിയുമ്പോൾ, ഈ ചൂട് വന്നു കഴിയുമ്പോൾ ഈ പുല്ലിന് വെള്ളമില്ലാത്തതുകൊണ്ട് പുല്ലെല്ലാം വാടി കരിഞ്ഞു പോകും. ഇതുപോലെ ഇതിൻ്റെ ഭംഗി പോലെയുള്ളൂ ശത്രുക്കൾ വലിയ രീതിയിലും വലിയ സൂത്രത്തിലും വലിയ തന്ത്രത്തിലും ഞങ്ങൾ ജയാളികളാണ്, ഞങ്ങളാണ് എല്ലാം ഭരിക്കുന്നതെന്നുള്ള ചിന്താഭാവത്തിലൊക്കെ അവർ വരും. പക്ഷെ അതൊന്നുമില്ല, അതങ്ങ് വാടിപ്പോകും. കാരണം അവ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് ഈ കഷ്ടതയും ദുഃഖവും ദുരിതവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ദൈവമക്കളായ പലരും നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകളും അത് ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുന്നതാണ്. അത് പിശാച് മുഖാന്തരം വന്നാലും മനുഷ്യ മുഖാന്തരം വന്നാലും, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ശത്രു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്, അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. പ്രിയ സഹോദരി, നീ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. അതൊരു രോഗമാകട്ടെ, ഒരു കഷ്ടമാകട്ടെ, ഒരു കടഭാരമാകട്ടെ, ഒരു ഞെരുക്കമാകട്ടെ, ഒരു പ്രൊമോഷൻ തടസ്സപ്പെട്ട് നിൽക്കുന്നതാകട്ടെ, ഒരു ജോലിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാകട്ടെ, എന്തു തന്നെയാണെങ്കിലും നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ദൈവത്തിൻ്റെ മകളാണെങ്കിൽ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. നിന്റെ നേരെ ശത്രുക്കൾ കൂട്ടം കൂടി വളഞ്ഞ് നിന്നെ ആക്രമിച്ച് ഒന്നുമില്ലാത്തതുപോലെ ആക്കി തീർക്കുമെന്നൊക്കെല്ലാം നിനക്ക് തോന്നിയേക്കാം. അവരുടെ ആ കൂട്ടത്തെ കണ്ട്, അവരുടെ ആ സംഘടിതമായ ബലത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. ദൈവം പറയാണ്, കർത്താവ് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം ഈ വചനം മോശ പറയുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ ഈ വചനം പറയുന്നുണ്ട്. അവിടെ അവർ പുറപ്പെടുമ്പോൾ അവർ ഈ വാക്യം പറയും, കർത്താവേ നീ എഴുന്നേൽക്കണം,
നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അതെ, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. യെഹിസ്കീയാ രാജാവ്, അവൻ്റെ നേരെ ഒരു വലിയ സൈന്യബലം വന്നു. എന്നാൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതൻ, ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേരെ തകർത്ത് കളഞ്ഞ് ആ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചയക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രു എത്ര പ്രബലരാണ്, എത്ര ഭയങ്കരത്വമുള്ളവരാണ്, എത്ര കൂട്ടം ചേർന്നിട്ടാണ് വരുന്നതെങ്കിലും നമുക്കായി ദൈവം ദൂതന്മാരെ വെച്ചിട്ടുണ്ട്. ഒരു ദൂതം മതി ശത്രുവിനെ മുഴുവൻ ഓടിച്ചു കളയുവാൻ തക്കണം. കർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. നമുക്കറിയാം, 300 കുടവും 300 പന്തങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഗിദെയോൻ ഒരു യുദ്ധം ജയിച്ചത്. വലിയൊരു സൈന്യത്തിന് നേരെ ചെന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തെ കൊണ്ടല്ല. ദൈവം നമ്മുടെ യുദ്ധങ്ങളെ നടത്തുന്ന ദൈവമാണ്. അവൻ പ്രതികാരത്തിൻ്റെ ദൈവമാണ്. ശത്രു പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം, അവനിങ്ങനെ ഓരോ ദോഷവും ഓരോ ദ്രോഹവും ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ചിന്ത, ഇത് ദൈവം കാണുന്നില്ല, കാരണം ദൈവം കണ്ടിരുന്ന ഉടനെ തന്നെ ശിക്ഷിക്കുമായിരുന്നല്ലോ എന്നാണ് അവൻ്റെ ചിന്ത. എന്നാൽ തിരുവെഴുത്ത് എന്താ പറയുന്നത്? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി പെട്ടെന്ന് നടക്കായികയാൽ, തൽക്ഷണം നടക്കായികയാൽ മനുഷ്യൻ ദോഷം ചെയ്യാൻ ബന്ധപ്പെടുന്നു. അവൻ മാനസാന്തരമില്ലാതെ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവം എന്ത് ചെയ്യും? ദൈവം കീറിക്കളയും. ഒരു മനുഷ്യനും വിടിവിക്കാനില്ലാത്ത രീതിയിൽ ദൈവം കീറിക്കളയും, ശത്രുവിനെ നിഷ്പ്രഭമാക്കി കളയും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, വാക്കുമാറാത്ത ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ നിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ തളർന്നു പോകണ്ട. നീ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു ഞെരുക്കത്തിൽ നീ ഭാരപ്പെടണ്ട. കാരണം നിന്നെ കരുതുന്ന, നിന്നെ കാണുന്ന, നിന്നെ ശ്രദ്ധിക്കുന്ന, നീ ഇരിക്കുന്നതും നീ എഴുന്നേൽക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്തുനിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നിനക്കെതിരെ ശത്രു എത്ര കൂട്ടമായിട്ട് വന്നാലും, അവരെത്ര ശക്തരാണെങ്കിലും, എത്ര അധികാര ശ്രേണിയിൽ ഇരുന്നവരാണെങ്കിലും നീ അവരെ ഓർത്ത് ഭയപ്പെടേണ്ട. നിനക്ക് വിരോധമായുള്ള കൈയെഴുത്തുകളെ മായ്ച്ചു കളയുവാൻ തക്കൊണ്ട് സർവശക്തിയുള്ള ദൈവമുണ്ട്. മൊർദെഖായിക്കും അവന്റെ കൂട്ടത്തിന് നേരെ ഒരു കൈയെഴുത്ത് ഹാമാൻ കൊണ്ടുവന്നു. എന്നാൽ ദൈവം മറ്റൊരു കൈയെഴുത്ത് അഹശ്വേരോശ് രാജാവിന് ഉറക്കം കൊടുക്കാതെ ഒരു രാത്രി കൊണ്ട് മാറ്റിമറിക്കുവാൻ തക്കോണം മതിയായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ശത്രു ഒരുക്കുന്ന എല്ലാ കെണികളും ശത്രുവിന് തിരിച്ചടിയായിട്ട് മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം എത്ര നല്ലവൻ, നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ. അതുകൊണ്ട് ഇപ്പോൾ നിനക്കെതിരെ ശത്രുക്കൾ കൂട്ടം കൂടി വരുമ്പോൾ, ഒരു ഗ്യാങ്ങായിട്ട് വരുമ്പോൾ നീ ഭയപ്പെടേണ്ട. കാരണം ദൈവം എഴുന്നേൽക്കും. ദൈവത്തിന്റെ ദൂതന്മാരെ സജീവമാക്കുവാനായിട്ട് നാം ആവശ്യപ്പെടുക. നമുക്ക് ചുറ്റും ശത്രു കൂട്ടം കൂടുമ്പോൾ കർത്താവ് നിന്റെ ദൂതന്മാരെ സജീവമാക്കണം. ദൂതന്മാരോട് നാം സംസാരിക്കണം. നമുക്ക് വേണ്ടി സേവകാത്മാക്കളെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. നാം അവരെ ഉപയോഗിക്കണം. അവരോട് നാം സംസാരിക്കണം. എനിക്ക് ആ നിയോഗിക്കപ്പെട്ട ദൂതൻ ഇറങ്ങി യുദ്ധം ചെയ്യട്ടെ എന്ന് പറയണം. ദൂതൻ നമുക്ക് വേണ്ടി പോരാടും. നാം പറഞ്ഞില്ലെങ്കിലും പോരാടും. എന്നാൽ അത് പറയുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകണം. നമ്മളത് ചെയ്യണം. നാം സാധാരണ മനുഷ്യരല്ല എന്ന് നാം ഓർത്തുകൊള്ളണം. നാം ദൈവത്തിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം സാധാരണ മനുഷ്യരല്ല. അതുകൊണ്ട് ഈ തലമുറയിൽ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അവൻ ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ ഇടയനാകുന്നു. നമുക്ക് മുട്ടില്ലാത്ത രീതിയിൽ നമ്മളെ നടത്തുന്ന, പച്ചായ പുൽപ്പുറങ്ങളിലേക്ക് നമ്മളെ നടത്തുന്ന നമ്മുടെ ഒരു നല്ല ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ശത്രു പാളയത്തിന്റെ നീക്കങ്ങൾ കണ്ട് ഭയചകിതരായിരിക്കുന്ന ഒരു കുടുംബമാണോ, ഒരു സഭയാണോ, ഒരു കൂട്ടമാണോ, ഒരു വ്യക്തിയാണോ അറിയില്ല കർത്താവ്. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിന്റെ ദൂതന്മാരെ അയച്ച് നീ പാളയമിറങ്ങി നിന്റെ ജനത്തെ പിടിപ്പിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. നീ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തെ സഹായിക്കണമേ, നിന്റെ ജനത്തെ സംരക്ഷിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ്. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്തായിട്ട് എല്ലാ നിങ്ങൾക്കുണ്ട്. ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ.